തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ.ബി. ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച. തുടക്കം മുതൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അന്വേഷണ ചുമതലയിൽ നിന്നും ഒഴിവാകുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. ഇതിനായി തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം സംഭവം നടന്ന സ്ഥലത്തെ പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഉഴപ്പി. ഇത് പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന ആരോപണവും കണക്കിലെടുത്ത് അന്വേഷണത്തിന്റെ ചുമതല DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഏറ്റെടുത്തു. ഐ.ബി. ഉദ്യോഗസ്ഥയുടേത് സ്വാഭാവിക ആത്മഹത്യ എന്ന നിലയിലാണ് ആദ്യം പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ അതിനിടെ യുവതിയുടെ കുടുംബം ഗുരുതര ആരോപണവുമായി രംഗത്തെത്തി. മാത്രമല്ല, ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ഐ.ബി. ഉദ്യോഗസ്ഥനായ സുഗാന്താണെന്നും യുവതിയുടെ പിതാവ് പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. ഈ സമയത്തൊന്നും പോലീസ് ഇയാളെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടത്തിയില്ല. ആത്മഹത്യ ചെയ്ത യുവതിയിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. എന്നാൽ ട്രെയിൻ കയറിയിറങ്ങിയതിനാൽ അതിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നായിരുന്നു പേട്ട പോലീസ് ആദ്യം പറഞ്ഞത്. ആ സമയത്ത് തന്നെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് വേണ്ട തെളിവുകൾ ശേഖരിക്കാനും പോലീസ് തയ്യാറായില്ല. ഇതൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. യുവതിയുടെ പിതാവ് പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി കൂടുതൽ തെളിവുകൾ നൽകിയിരുന്നു. യുവതി പീഡനത്തിനിരയായെന്നും സുഗാന്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഗർഭചിത്രം നടത്തിയെന്നും പിതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു. അതിനുള്ള തെളിവുകളും പിതാവ് പോലീസിന് കൈമാറിയിരുന്നു. ഇതെല്ലാം വാങ്ങിവെച്ചതല്ലാതെ ജാഗ്രതയോടെ അന്വേഷണം നടത്തിയില്ല. ഇതെല്ലാം പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. യുവതിയുടെ മരണത്തിന് പ്രേരണയായത് സഹപ്രവർത്തകനാണെന്നും ഇത് സംബന്ധിച്ച് യുവതിയുടെ കുടുംബം പരാതി നൽകുമെന്നും സംഭവ ദിവസം തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ പരാതി ഔദ്യോഗികമായി കിട്ടാതെ പ്രാഥമിക അന്വേഷണം പോലും വേണ്ടെന്ന നിലപാടിലായിരുന്നു പേട്ട പോലീസ്. യുവതിയുടെ പിതാവ് പരാതി നൽകിയപ്പോഴും ഗൗരവത്തോടെ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. യുവതിയുടെ ഫോൺ പൂർണ്ണമായും തകർന്നതിനാൽ തെളിവുകൾ ലഭ്യമല്ലെന്ന് കാട്ടിയാണ് അന്വേഷണത്തിൽ ആദ്യം അലംഭാവം കാട്ടിയത്. പിന്നീട് കോൾ ലിസ്റ്റ് പരിശോധനയിൽ അവസാന കോൾ സുഗാന്തിൻ്റേതാണെന്ന് കണ്ടെത്തിയപ്പോഴും ദ്രുതഗതിയിൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് യുവതിയുടെ പിതാവ് സ്വന്തം നിലയ്ക്ക് തെളിവുകൾ ഓരോന്നായി കണ്ടെത്തി പോലീസിന് കൈമാറുകയായിരുന്നു. യുവതി മരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും കേസിലെ പ്രതിയായ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ.ബി. ഉദ്യോഗസ്ഥനും മലപ്പുറം എടപ്പാൾ സ്വദേശിയുമായ സുഗാന്തിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. മാർച്ച് 24-ന് ചാക്കയിലെ റെയിൽവേ ട്രാക്കിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൊബൈൽ ഫോണിൽ സംസാരിച്ച് നടന്നുവന്ന യുവതി ട്രെയിനിന് മുന്നിലേക്ക് ചാടിയെന്നായിരുന്നു ലോക്കോ പൈലറ്റിന്റെ മൊഴി. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അവരുടെ ഫോണിൽ സംസാരിച്ചത് സുഗാന്തുമായിട്ടായിരുന്നുവെന്ന് അന്വേഷണം ഏറ്റെടുത്ത DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫോൺ കോളിൽ നിന്നുള്ള പ്രകോപനമാണ് ആത്മഹത്യ ചെയ്യാൻ ഐ.ബി. ഉദ്യോഗസ്ഥയെ പ്രേരിപ്പിച്ചത്. ഫോൺ നശിപ്പിക്കപ്പെട്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ലെന്ന് DCP പറഞ്ഞു. ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. യുവതി ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ പങ്കിനെക്കുറിച്ച് അറിയാൻ വൈകിയതാണ് ഇയാളെ പിടികൂടാനാവാതെ പോയത്. കഴിഞ്ഞ 24-നുണ്ടായ സംഭവത്തിൽ 27-ന് ശേഷമാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. അപ്പോഴേക്കും സുഗാന്ത് ഒളിവിൽ പോയിരുന്നു. ഇയാൾ യുവതിയെ ശാരീരിക സാമ്പത്തിക ചൂഷണം നടത്തിയതായി തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. സുഗാന്തിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയതായും 2 ടീമുകളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും DCP പറഞ്ഞു. അതേസമയം സംഭവത്തിൽ മുൻകൂർ ജാമ്യം തേടി സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് DCP പറയുന്നു. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളതിനാൽ വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്നാണ് സൂചന. സുഗാന്തിനൊപ്പം മാതാപിതാക്കളും ഒളിവിലാണ്.